ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി. നേരെ മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കാട്ടിനകത്തൂടെയുള്ള യാത്രയാണ് ഇനി. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അടുത്തതായിട്ട് വരുന്നത് എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ്. മൂന്നാമതായി RTO ചെക്ക് പോസ്റ്റ്. അവസാനമായി കേരള പോലീസ് ചെക്ക് പോസ്റ്റ്. തുടക്കത്തിൽ സൗഹൃദമായ വനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഇവിടെ വശങ്ങളിലായി വീട് വെച്ച് താമസിക്കുന്നത് കാണാം. കുറച്ചധികം ദൂരങ്ങൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് കഴിഞ്ഞ് കേരള കർണാടക ബോർഡറിൽ എത്തുന്നതാണ്. ഇനി അങ്ങോട്ടുള്ള റോഡിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ റോഡ് 24 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. രാത്രി 9 മണി മുതൽ പകൽ 6 മണി വരെ പൂർണ്ണമായും ചെക്ക് പോസ്റ്റ് അടച്ചിട്ട് വാഹന നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പരിധിയിലുള്ള 1-2 വാഹനങ്ങൾ പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് മാത്രമേ ഈ സമയങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് രാത്രി 9 മണിക്ക് മുമ്പ് ഈ ബോർഡർ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ റോഡ് വഴി വരാതിരിക്കുക. അഥവാ ചെക്ക് പോസ്റ്റ് അടച്ചുപോയാൽ രാവിലെ 6 മണി വരെ ചെക്ക് പോസ്റ്റിന് മുന്നിൽ ക്യൂ കിടക്കേണ്ടി വരും. ഈ റോഡിൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കാതിരിക്കാൻ വേണ്ടി 20 കിലോമീറ്ററിനകത്ത് ഏകദേശം 38 കമ്പുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രി കാട്ടുമൃഗങ്ങൾ റോട്ടിൽ ഇറങ്ങും എന്നുള്ളത് കൊണ്ടും കുറച്ച് വർഷങ്ങൾക്ക്